എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമുക്ക് വെർമസല്ലി അല്ലെങ്കിൽ സേമിയ ഉപയോഗിച്ചിട്ടുള്ള ഒരു തൈര് സാദത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1.5 ഗ്ലാസ് 200 ml ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നു കഴിഞ്ഞാൽ 1 ഗ്ലാസ് വറുക്കാത്ത സേമിയ കഴുകി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. അതിലോട്ട് സേമിയ അളന്ന അതേ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി അടച്ച് 15 മിനിറ്റ് മാറ്റി വെക്കാം. 15 മിനിറ്റിന് ശേഷം ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീണ്ടും 1/2 ഗ്ലാസ് പാല് കൂടി അതിലേക്ക് ചേർക്കാം. ഇതിപ്പം അധികം പുളിയില്ലാത്ത കട്ട തൈരാണ്, 1 ഗ്ലാസ്. അതും കൂടി സേമിയയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ആക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കണം. 1 നുള്ള് കായപ്പൊടി, 1 ടീസ്പൂൺ നല്ലെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു തട്ക പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കാം. അതിലോട്ട് 4-5 കാഷ്യൂനട്ട് ഇട്ട് വറുത്തെടുക്കാം. കൂട്ടത്തിൽ ഒരു 5-6 ഉണക്കമുന്തിരിയും കൂടി വറുത്ത് കോരി മാറ്റാം. ഇതേ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയാൽ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പിട്ട് മൂപ്പിക്കാം. ഉഴുന്ന് മൂത്ത് മണം വന്നു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ ജീരകവും ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് എണ്ണയിൽ നിന്നും അങ്ങ് കോരി മാറ്റി വെക്കാം. അതേ എണ്ണയിലേക്ക് 1 കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചില സംഭവങ്ങൾ മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കുന്നത്. 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 1 വറ്റൽമുളകും ചേർക്കാം. ഫ്ലെയിം ഓഫ് ആക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. ആ ചൂടിലിരുന്ന് തന്നെ കായവും മൂത്ത് കിട്ടും. അതിലോട്ട് വറുത്ത് മാറ്റിയ ഉഴുന്നുപരിപ്പിൻ്റെ കൂട്ടും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ആക്കാം. എല്ലാം കൂടി ചൂടോടുകൂടി തന്നെ സേമിയ സാദത്തിലേക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി പുറത്തായിട്ട് ചേർത്ത് കൊടുക്കാം. വറുത്ത കാഷ്യൂനട്ട്സും കിസ്മിസും എല്ലാം ചേർക്കാം. അനാറുണ്ടെങ്കിൽ അതും ചേർത്ത് ഗാർണിഷ് ചെയ്യാം. 10 മിനിറ്റ് ഇത് അടച്ചു വെച്ച ശേഷം നമ്മുടെ താമരയുടെ ഇലയിൽ തന്നെയാണ് ഞാനിത് സെർവ് ചെയ്തെടുക്കുന്നത്. കേർഡ് റൈസ് പോലെ തന്നെ സ്വാദിഷ്ടമാണ് ഈ ഒരു സാദവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ സാദം തയ്യാറാക്കി നോക്കുക. കേർഡ് റൈസിൻ്റെ റെസിപ്പി നേരത്തെ ഞാൻ ഷെയർ ചെയ്തിരുന്നു. കാണാത്തവർ അതും ഒന്ന് കണ്ടു നോക്കണം. നല്ല സ്പൈസി ആയിട്ടുള്ള ഗ്രീൻ ചില്ലി പിക്കിളോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പൈസി പിക്കിളിൻ്റെ കൂടെ ഇത് നല്ല സൂപ്പറായിരിക്കും. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതാൻ മറക്കണ്ട കേട്ടോ. അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയുമായി വരും. അതുവരേക്കും നന്ദി. ഗുഡ് ബൈ.